ലേണിംഗ് ലാബിലേക്ക് സ്വാഗതം. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന GK ക്വിസ് ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവലിലെ നായികയുടെ പേര് എന്താണ്? സുഹറ. ബാല്യകാല സഖിയിലെ നായക കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? മജീദ്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ പാത്തുമ്മ ബഷീറിൻ്റെ ആരായിരുന്നു? സഹോദരി. ജയിൽ അനുഭവങ്ങളെ ആസ്പദമാക്കി ബഷീർ രചിച്ച നോവൽ ഏതാണ്? മതിലുകൾ. പ്രണയത്തിൻ്റെ ക്ലാസിക് മലയാള നോവലായി അറിയപ്പെടുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ബാല്യകാല സഖി. പ്രേമലേഖനം എന്ന കൃതിയിലെ നായകൻ ആരാണ്? കേശവൻ നായർ. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കൃതിയിലെ നായിക ആരാണ്? സാറാമ്മ. ബഷീറിൻ്റെ ആത്മകഥാംശങ്ങൾ ശക്തമായി പ്രതിഫലിക്കുന്ന കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. മതിലുകൾ എന്ന ബഷീർ കൃതി സിനിമയാക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമയും ഏത് ബഷീർ കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് നിസാർ അഹമ്മദും കുഞ്ഞു പാത്തുമ്മയും പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നോവൽ. മതിലുകൾ എന്ന സിനിമയിലെ സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് എന്താണ്? നാരായണി. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് എഴുതപ്പെട്ടത്? ചെറുകഥ. യുദ്ധത്തിൻ്റെ ദുരന്തവും മനുഷ്യജീവിതവും പ്രമേയമാക്കി ബഷീർ എഴുതിയ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ജന്മസ്ഥലം ഏതാണ്? തലയോലപ്പറമ്പ്. ബഷീർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം. ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് എന്താണ്? കഥാബീജം. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പദം ബഷീറിൻ്റെ ഏതു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ബഷീർ ജനിച്ച വർഷം ഏത്? 1908 ജനുവരി 21. ബഷീറിൻ്റെ മാതാപിതാക്കളുടെ പേര് എന്താണ്? പിതാവ് കായി അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ആദ്യത്തെ നോവലിൻ്റെ പേര് എന്താണ്? പ്രേമലേഖനം. ഭാരത സർക്കാർ പത്മശ്രീ പുരസ്കാരം നൽകി ബഷീറിനെ ആദരിച്ച വർഷം? 1982. ബഷീറിൻ്റെ ചരമദിനം എന്നാണ്? 1994 ജൂലൈ 5. പ്രേമലേഖനം എന്ന ബഷീർ നോവൽ ആദ്യമായി സിനിമയാക്കിയ സംവിധായകൻ ആരാണ്? PA ബക്കർ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ഒന്നുമൊന്ന് വല്യൊന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ബാല്യകാല സഖി.